ഈ ചോറും കറിയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പകുതി സമയം പോലും വേണ്ട ഈ കുക്കർ മന്തി ഉണ്ടാക്കാൻ. എന്നാൽ ടേസ്റ്റ് ആണെങ്കിലോ അടിപൊളിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ടേ ചിക്കനകത്തേക്ക് ക്യാപ്സിക്കവും മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ട് അരിഞ്ഞോട് ചേർത്ത് കൊടുക്കുക. ഇനി അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കുരുമുളക് പൊടി 2 സ്പൂൺ മന്തി മസാലയും അല്ലെങ്കിൽ നമുക്ക് അറബിക് മസാല ചേർക്കാം. പിന്നെ ഒരു കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി മുളക് പൊടി, 2 മാഗി ക്യൂബും ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. അപ്പോഴേ നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ കുക്കറിനകത്തേക്ക് മാറ്റി കൊടുക്കാം. ഇതിനകത്തേക്ക് ഡ്രൈ ലെമണും പട്ട ഗ്രാമ്പു ഏലൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് സൺഫ്ലവർ ഓയിൽ, അതുപോലെ തന്നെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞോട് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മുഴുവൻ മല്ലിയും കൂടെ ചേർത്ത് നമുക്ക് ചെറിയ തീയിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതേ സമയത്ത് റൈസ് ഒരു 50% വേവിച്ച് നമുക്കത് ഇതിന് മുകളിൽ നിന്ന് സെറ്റാക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ ചിക്കനെ ഒരു 50% മാത്രമേ വേവിച്ചെടുത്തുള്ളായിരുന്നു. അതിന് മുകളിൽ ഈ റൈസ് ഇട്ട ശേഷം നമുക്ക് ഈ കുറച്ച് പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് മസാല മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒഴിച്ചിട്ട് ഒറ്റ വിസിലടിച്ച് കഴിഞ്ഞാൽ അടിപൊളി മന്തി റെഡി. നമ്മൾ ചോറും കറിയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളൊക്കെ ഭയങ്കര ഈസിയാണ് ഈ മന്തി. അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.